കോഴിക്കോട് കണ്ണൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് വാർത്തയുണ്ട്. ടിപ്പറുമായി കൂട്ടിയിടിച്ച വാഹനവും റോഡിലേക്ക് മറിഞ്ഞു. വാഹനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. എലത്തൂരിലാണ് ഈ വാഹന അപകടം ഉണ്ടായത്. ടിപ്പറുമായി കൂട്ടിയിടിച്ച സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നു. ഈ അപകടത്തെ തുടർന്നാണ് കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് വാർത്ത വന്നിരിക്കുന്നത്. രാഹുൽ സുരേഷ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. ഈ അപകടത്തിൻ്റെ രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ സുരേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയായിരുന്നു കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന് മുന്നിൽ ഈ അപകടം നടക്കുന്നത്. തലശ്ശേരിയിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ബസ്സും ടിപ്പറും കണ്ണൂർ ഭാഗത്തു നിന്നും ഇവിടേക്ക് വരികയായിരുന്നു. ഈ ടിപ്പറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ടിപ്പർ ഈ വലതു സൈഡിലേക്ക് പെട്ടെന്ന് എടുത്തതോടെ ഈ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ 2 വാഹനങ്ങളും റോഡിൽ തലകീഴായി മറയുന്ന സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 20 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും എല്ലാ നേതൃത്വത്തിൽ, നാട്ടുകാരുടെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ പരിക്കേറ്റ 20ഓളം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 8 മണിയോട് കൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. ഈ ബസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ അമിത വേഗതയായിരുന്നു, സ്വകാര്യ ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇവിടെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ അപകടം നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അത് അവിടുന്ന് വരുന്ന ടിപ്പർ ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ബസ് ഓവർ സ്പീഡിലെ ബസ് വന്നത്. പെട്ടെന്ന് കട്ട് ചെയ്തപ്പോൾ ടിപ്പർ ലോറിന്റെ ബാക്കിൽ ഇടിച്ചിട്ട് ടിപ്പർ ലോറി ആ ഡ്രെയിനേജിലേക്കും പോയി ബസ് ഇങ്ങോട്ട് മറിഞ്ഞു വീഴുന്നു. ഈ പരിക്കേറ്റവരുടെ എങ്ങനെയാ, അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയോ? എല്ലാവർക്കും പരിക്കുണ്ട്. കുറെ ആൾക്കാർക്ക് മുറിവ് പറ്റിയവരുണ്ട്, ഗ്ലാസ് പൊട്ടിയിട്ട് കൈൻ്റെ ഉള്ളിൽ കയറിയവരുണ്ട്. ഇതിന്റെ ഹാൻഡ് റെയിലിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന ഒരാൾ അവസാനം ബസ് പൊക്കിയിട്ടാണ് എടുത്തത്. ബസ് പൊക്കിഞ്ഞ ആൾക്കാർ കൂടി പൊക്കിയിട്ടാണ് എടുത്തത്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കൊയിലാണ്ടി റൂട്ടിലേക്ക് ഓടുന്ന ബസ്സിലാണ് ഫസ്റ്റിൽ കൊണ്ടുപോയത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതാണ്. ഈ ബസ്സിന്റെ ടയറിന്റെ അവസ്ഥ, അതായത് പൂർണ്ണമായും തേയ്മാനം വന്ന ടയറുകളാണ് ഈ ബസ് ഉപയോഗിച്ചിരുന്നതെന്നും വ്യക്തമാണ്. ആ കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയാതിരിക്കാൻ വയ്യ. ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹനം കൂടിയാണ്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. എന്താണെങ്കിലും 20ഓളം പേർക്കാണ് പരിക്കേറ്റുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. രാഹുൽ സുരേഷാണ് അപകടം നടന്ന എലത്തൂരിൽ നമുക്കൊപ്പം ചേർന്ന്.